ഒരു നാടിനെ ജയിച്ച കള്ളനാണ് എൻ്റെ അച്ചാച്ചൻ. ഈ സ്ക്രിപ്റ്റ് കിട്ടിയ അന്ന് മുതൽ ഞാൻ കളരി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളുടെ ഒരു ടാലൻറ്റിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അനിയന്നില്ല നായകനാരെന്ന് പറഞ്ഞത് ടോവിനോ തോമസ് അല്ലേ? ടോവിനോയും നീയോ അരുവയും മത്തിക്കറിയും പോലെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു ആക്ടർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാം അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ടൈപ്പ് കാസ്റ്റിങ്ങിൽ പലപ്പോഴായിട്ട് പെട്ടുപോയി അതിനെ ഓവർകം ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരവനൊക്കെ വരുന്നൊരു സമയം നമുക്കും ഉണ്ടാവും. അനുരാഗ് കശ്യപ്, അദ്ദേഹത്തോട് ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഓക്കെ പറയാൻ എനിക്ക് അതിന് 100 സ്ക്രിപ്റ്റ് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ശരി ഇത് ഓക്കെ, ഐശ്വര്യ രാജേഷും കൃതിയുള്ളൂ എന്നാൽ ഞാനിത് ചെയ്യുന്നു, അങ്ങനെ വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നോട്ട് ദ പോയിന്റ്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച പ്രകടനവുമായി ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന നടിയാണ് സുരഭി ലക്ഷ്മി. ഇപ്പോൾ നമ്മുടെ കൂടെ റിപ്പോർട്ട് ചാനൽ സുരഭി ലക്ഷ്മിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പം അജയൻ്റെ രണ്ടാം മോഷണം ഇപ്പം തിയേറ്ററിൽ ഇങ്ങനെ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പം സുരഭി ഇതിനു മുമ്പും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പത്മ, അതുപോലെ തന്നെ മിന്നാമിനുങ്ങ് പോലുള്ള സിനിമകളിലൊക്കെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യത ചിലപ്പം ആ സിനിമയിൽ മറ്റ് സിനിമകളിൽ അങ്ങനെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, എന്നാലും ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, മറ്റ് സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അത് ഇതുപോലുള്ളൊരു വലിയ സിനിമയായിരുന്നില്ല. അതൊക്കെ വളരെ കോവിഡ്, ഇപ്പോൾ പത്മ എന്ന് പറഞ്ഞ സിനിമ കോവിഡ് ടൈമിൽ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു 10-20 പേര് മാത്രം ചേർന്ന് ഒരു കുഞ്ഞുപടം എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ സിനിമയാണ്. അതുപോലെ തന്നെ അദ്ദേഹം 3 വലിയ ക്യാൻവാസിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഇതിലുള്ള ക്രൂ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊക്കെ ഒരു വലിയ സിനിമേൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ വിജയിക്കുമ്പം നമ്മളും ഇതേപോലെ ശ്രദ്ധിക്കണം. ഈ സിനിമ വളരെ മോശം സിനിമയാണെന്ന് എല്ലാവരും അങ്ങ് എഴുതി തള്ളിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്ര നല്ല വേഷം ചെയ്തു കഴിഞ്ഞാലും അതിൽ കാര്യമില്ലാതെ ആവുകയും ചെയ്യും. അപ്പം ആ സിനിമ എല്ലാം കൊണ്ടും ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് എല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ അതൊരു എല്ലാവരും കാണുന്ന ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികളോ കൂട്ടി, ഇപ്പം ഇന്നലെ രാത്രി 10 മണിത്തെ ഷോയ്ക്കാണെങ്കിലും കുറേ ഫാമിലിയാണ് അത് കാണാൻ വരുന്നത്. കുട്ടികൾ വീട്ടിൽ നിന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് വരുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറി. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ചെയ്ത കഥാപാത്രം മാണിക്യവും എല്ലാവരും സ്വീകരിച്ചു. ഇപ്പോൾ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാലും അമ്മൂമ്മയായിട്ടും മാണിക്യത്തിൻ്റെ വളരെ പ്രണയിനിയായിട്ടും ഒരുപോലെ അതിഗംഭീരമായി പെർഫോം ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ 2 വേഷങ്ങളെയും ഒരുപോലെ കൺവിൻസിങ് ആക്കാൻ കഴിയുന്നത്? ഈ വയസ്സായ റോളുകൾ സ്വാഭാവികതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എന്താണ് സുരഭി ലക്ഷ്മിയുടെ ടെക്നിക്ക്? അതിനെ കൂടുതലായിട്ട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്യാതിരുന്നാൽ മതി. അല്ല, അതുകൊണ്ടല്ല. നമ്മളെപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ടൈപ്പ് കാസ്റ്റിങ്ങിൽ പലപ്പോഴായിട്ട് പെട്ടുപോയി അതിനെ ഓവർകം ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സിനിമയിൽ അതിപ്പോൾ വയസ്സായതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുമാരിയിൽ വേറൊരു തരം വേഷമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൺവിൻസിങ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് കൺവിൻസിങ് ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടറുടെ തയ്യാറെടുപ്പുകളാണ് എന്നാണ് എനിക്ക് അതിന് തോന്നുന്നത്. ഇപ്പോൾ ഇതിൽ ചെറുപ്പകാലത്തുള്ള മാണിക്യത്തിൻ്റെ കഥകൾ, അപ്പോൾ ആ മാണിക്യാവാൻ വേണ്ടിയിട്ട് അവർ അല്ലെങ്കിൽ അവരുടെ ഒരു ചെറുപ്പകാലം മുതൽ തുടങ്ങണം. അല്ലെങ്കിൽ അവരുടെ അവരുടെ അച്ഛൻ ആരായിരുന്നു, അവരുടെ എത്രാമത്തെ മകളാണ് ഈ മാണിക്യം എന്ന് പറയുന്നത്, അവർക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, അവരെപ്പോഴാണ് മണിയനെ കണ്ടുമുട്ടിയത്, മണിയനുമായിട്ടുള്ള അവരുടെ പ്രണയം എങ്ങനെയായിരുന്നു. പിന്നീട് അപ്പോൾ ഞാൻ അങ്ങനെ ഈ മാണിക്യം എന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ആ പേരിൽ നിന്നാണ് തുടങ്ങിയത്. മാണിക്യം, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ പേരാണ് മാണിക്യം എന്നുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു ഒരു ഇമേജ് അതുണ്ട്. പക്ഷേ ഞാൻ ആ പേര് മാത്രം എടുത്ത് മാണിക്യം എന്ന് പറയുമ്പം അതൊരു രത്നമാണ്, അമൂല്യമായിട്ടുള്ളൊരു രത്നം. പിന്നെ ആ പേരിനെ അടുത്ത് പറയുന്ന സമയത്ത് നാഗമാണിക്യം എന്നാണ് പിന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അനന്തഭദ്രത്തിലൊക്കെ ഇങ്ങനെ ചൂണ്ടുവിരലൊക്കെ കിട്ടാത്ത, വളരെ എന്താ പറയുക, ആരും കാണാത്ത ഇന്ന ദിവസമൊക്കെ പോയി എടുക്കുന്ന ഒരു നാഗമാണിക്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ വെച്ചു. പിന്നെ മണിയനെക്കുറിച്ചാണ് പഠിച്ചത്. മണിയൻ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിനിമ നിങ്ങൾ 3 പേരും കണ്ടിട്ടുണ്ടാവും. അതിവേഗത്തിൽ
അല്ലേ അദ്ദേഹത്തിൻ്റെ ഓട്ടം നമുക്ക് ഇങ്ങനെ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, അതുപോലെ തന്നെ ഒരു കള്ളനും ഇന്നേ വരെ മണി കെട്ടിയിട്ട് കക്കാൻ പോകുന്ന കള്ളൻ ഉണ്ടാവില്ല. എല്ലാവരും പതുങ്ങി എല്ലാ ശബ്ദങ്ങളും ചലഞ്ച് ചെയ്തുകൊണ്ട് കക്കുന്ന ഒരു കള്ളനാണ്. അപ്പോൾ ഇയാൾ വളരെ കളരി വിദഗ്ധനാണ്. ഇയാൾക്കൊരു ഒടിയ സ്വഭാവമുണ്ട്. കാറ്റായിട്ടും മഴയായിട്ടും പൂച്ചയായിട്ടും കാക്കയായിട്ടും രൂപം മാറാൻ പറ്റുന്ന ഒരാളാണ്. എന്ത് റിസ്ക്കും എടുത്ത് കക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കള്ളൻ ഈ മാണിക്യം എന്ന് പറയുന്ന ഈ അമൂല്യമായിട്ടുള്ള ഒരു സ്ത്രീ രത്നത്തെ കട്ടെടുക്കുന്നുണ്ടെങ്കിൽ ആ രത്നത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇയാളേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഇയാൾക്കിത് കട്ടെടുക്കണം എന്ന് തോന്നണമല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രത്യേകത ഉള്ള ഒരാളായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൽ ടൊവിനോ നല്ല കളരി അഭ്യാസിയാണ്. എനിക്ക് കളരിയുടെ ഒരു മൂവ്മെൻറ്റ് പോലും ഇതിൽ ചെയ്യാനില്ല. ഹിന്ദുസ്ഥാൻ കളരിയിൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് കിട്ടിയ അന്ന് മുതൽ ഞാൻ കളരി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തയ്യാറെടുപ്പുകൾ അത് മാനസികമായിട്ടും ഒക്കെയുള്ള, പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ അധ്യാപകനായിട്ടുള്ള വിനോദ് കുമാർ, പിന്നെ ജ്യോതിഷംജി, ഇവരുടെയൊക്കെ ആക്ടറാണ് ഞാൻ. അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്ററിൽ കരകുളത്ത് ഒരു വർഷം ജ്യോതിഷേട്ടൻ്റെ ആക്ടറായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേർന്നപ്പോഴാണ് നമ്മളുടെ വിനോദ് മാഷ് അവിടെ മാഷായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ആണ് ഞങ്ങളൊക്കെ. എൻ്റെ പരിമിതിയും സാധ്യതകളും ഒക്കെ എന്നെപ്പോലെ തന്നെ തിരിച്ചറിയാവുന്ന 2 ഡയറക്ടേഴ്സാണ് അവർ. അപ്പോൾ അതിൽ വിനോദ് മാഷിൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ തോട്ട്സിനെ ഫ്രെയിം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ ആയിരിക്കും, അപ്പോഴായിരിക്കും ഇതിനെപ്പറ്റി സുരഭി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന, അല്ലാതെ അതിനായിട്ടൊരു വർക്ക്ഷോപ്പായിട്ട് അങ്ങനെയുമല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ 35 വയസ്സുള്ള ഈ മാണിക്യം, അവരുടെ പിന്നോട്ടുള്ള കഥകൾ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 10-65 വയസ്സായിട്ട് വരുന്നതാണ്. അത് നമ്മൾ സിനിമയിൽ പക്ഷേ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണുന്നത് ആ 10-65 വയസ്സുള്ള ഒരു മാണിക്യത്തിനെയാണ് കാണുന്നത്. അപ്പം അവരതിൽ തന്നെ പറയുന്ന ഡയലോഗുണ്ട്, എന്താണ്, ഒരു നാടിനെ ജയിച്ച കള്ളനാണ് നിൻ്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ മണിയനെക്കുറിച്ച് അവർക്കുള്ള ആ അഭിമാനം, അതായത് നീ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല മോനെ നിൻ്റെ അപ്പൂപ്പനായ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരാളാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര അഭിമാനത്തിലുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ ഒരാളാവണമെന്നുണ്ടെങ്കിൽ ആദ്യം വല നെയ്യുന്ന ചിലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം എന്ന്. അപ്പം നമുക്ക് അത്ര കണ്ണിങ്ങായിട്ട് നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ ഭാര്യയാണെന്നുള്ളതൊക്കെ നമുക്ക് ആ ഡയലോഗ്, അതാണ് ആ സ്ക്രിപ്റ്റ് ഭയങ്കര എനിക്ക് ഒരുപാട് മെറ്റീരിയലുകൾ കൊണ്ട് നിറച്ച് വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് സുജിത്തേട്ടൻ്റെ. അപ്പോൾ പ്രായത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ ക്യാരക്ടറൊക്കെ മനസ്സിലാവുന്നത് മറ്റുള്ള കഥാപാത്രങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ചും എൻ്റെ മകളായിട്ടുള്ള സരോജ, രോഹിണി ചേച്ചി ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറിലാണ്. അപ്പം അതിലുള്ള കുറേ ഒരു കള്ളൻ്റെ മകളാണെന്നുള്ളത് കേട്ട് ഇതായിട്ടാണ് വളരുന്നത് എന്നുള്ളതും, പിന്നെ ഞങ്ങൾ ആ പുഴവക്കത്തൊരു സീനിൽ പറയുന്നുണ്ട്, ഇപ്പോൾ അതിന് മുമ്പ് പറയുന്നുണ്ട് മണിയൻ കട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഭർത്താവ് വന്നത് എന്നുള്ളതൊക്കെ. അപ്പം മണിയൻ പോയതിന് ശേഷം ഒരു പക്ഷേ ഞാൻ വിചാരിച്ചത് ആ സരോജം എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് ഭയങ്കര ഒരു ട്രോമ ഉണ്ടാവുമായിരിക്കും അല്ലേ, ആ കുട്ടീനോട് നമുക്ക് അങ്ങനെ തോന്നില്ല. പിന്നെ എല്ലാവരും സ്കൂളിൽ പോകുന്നത്, ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാവർക്കും ഈ മാണിക്യത്തിൻ്റെ ഒരു മെൻ്റൽ പവറൊന്നും സരോജത്തിന്, അവൾ കുട്ടിയാണ്. അപ്പോൾ അവൾ ഇതെല്ലാം അനുഭവിച്ച് ശരിക്കും പറഞ്ഞാൽ മണിയനോടും മാണിക്യത്തിനോടും അവൾക്കൊരു തരം അകൽച്ചയാണ്. അപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ അവൾക്കൊരു പ്രണയം വന്നപ്പോൾ ഇത് വേണ്ട എന്ന് മാണിക്യം പറഞ്ഞാലും അത് തടഞ്ഞു നിർത്താൻ സരോജത്തിന് അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അതിന് ശേഷം അവരുടെ ആ മകൻ വരുന്നത് വരെ, ഈ കൊച്ചുമകൻ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആ സരോജം അമ്മയായതിന് ശേഷമായിരിക്കും കുറച്ചെങ്കിലും ഈ മാണിക്യത്തിൻ്റെ മാനസികാവസ്ഥ സരോജത്തിന് ഇത്തിരിയെങ്കിലും മനസ്സിലാവും. അപ്പോഴും പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അമ്മമാരാകുമ്പോഴാണല്ലോ നമ്മുടെ അമ്മയുടെ വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് മനസ്സിലാവുക. അപ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് പരസ്പരം ചിരിച്ചതെങ്കിലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇവൻസുകൾ എല്ലാം എടുത്തെടുത്ത് നമ്മുടെ മനസ്സിൽ വിശ്വസിച്ച് വരുമ്പോഴാണ് അതൊന്നും സിനിമയിലൊന്നും ഉണ്ടാവുന്നില്ല. അതെ, ഈ ഡയറക്ടറും റൈറ്ററും കൂടി ഈ കഥ പറയുമ്പോൾ ഇപ്പം ഇത്രത്തോളം വിശദമായിട്ട് ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു അവര്? അങ്ങനെ അല്ല. ഫസ്റ്റ് മീറ്റിംഗ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് മീറ്റിംഗ് നമ്മളിപ്പോൾ ഓഫീസിൽ വിളിച്ചിട്ട് അവർ അങ്ങനെ ടൊവിൻ്റെ ഹീറോയിനാണ്, പിന്നെ അതിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ
പറഞ്ഞു തന്നു. റൈറ്ററിനെ ഞാൻ അന്ന് അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജിതിൻലാലാണ്. ജിതിനാണ് പറഞ്ഞത്. ജിതിൻ നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ബ്രോ ഇതിങ്ങനെയാണ് പരിപാടി, 2 ഏജുണ്ട് ബ്രോ, അത് 2 എണ്ണം അങ്ങനെ നിങ്ങൾക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നായകനാരെന്ന് പറഞ്ഞത് ടോവിനോ തോമസ് അല്ലേ, ടോവി സമ്മതിച്ചോ എന്നൊക്കെ ചോദിച്ച് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ പറഞ്ഞല്ല. ഇനി ഞാൻ ഗ്ലാമർ ഇതൊക്കെ കഥ കേൾക്കുന്നതിന് മുമ്പാട്ടോ ഗ്ലാമർ കൂട്ടണം. അപ്പോൾ പറഞ്ഞു വേണ്ട ബ്രോ അഭിനയിച്ചാൽ മാത്രം മതി, ഗ്ലാമറിനെ നമ്മൾ വേറെ നടിമാരെ ഇറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത്രയും ക്ലോസ് ആണ് ഞങ്ങൾ. കൃതിയുണ്ട്, ഐശ്വര്യ രാജേഷുണ്ട്. ഞങ്ങൾ അപ്പോൾ തന്നെ അത് ഓക്കെ പറഞ്ഞു, വെല്ലുവിളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറയാൻ എനിക്ക് അതിന് 100 സ്ക്രിപ്റ്റ് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ശരി ഇത് ഓക്കെ, ഐശ്വര്യ രാജേഷും കൃതിയുണ്ടോ എന്നാൽ ഞാനിത് ചെയ്യുന്നു, അങ്ങനെ വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിറച്ച് ഡേറ്റാണ്, എത്ര വേണമെങ്കിലും അവർക്ക് വാരിക്കോരി കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു നടിയാണ്. അതിപ്പോഴും അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അവർ കക്കാൻ നാണുവും മണിയനും കൂടെ ഇറങ്ങുന്ന ആ വിഷ്വലുകളൊക്കെ എടുത്ത് അവർ പ്രീവിഷ്വൽ ചെയ്തതുണ്ട്, 3D ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് കുറച്ച് പരിപാടിയൊക്കെ അറിയാലോ എന്നുള്ള രീതിയിൽ കൊള്ളാം, പണിയറിയാം, ചെറുക്കൻ പണിയെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്, അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് എനിക്ക് തന്നാൽ 2 ദിവസം കൊണ്ട് എത്തിക്കാൻ ബ്രോ, അന്ന് ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ആ സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ആക്ടർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാം അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡയലോഗ് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് വിഷ്വലുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എൻ്റെ കുറേ ഇപ്പം എൻ്റെ ആകാശവും ഭൂമിയും നീയാണെന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അയാൾ അത്രയും ഒരു ആരാധനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആരാധന എന്നല്ല, അയാൾ അത്രയും വിലമതിക്കുന്ന ഒരാളാണ് ഈ മാണിക്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്ന് അവരും വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട, ഡെപ്ത് അതിനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ, അതാണല്ലോ ആക്ടറിൻ്റെ ജോലി, എന്താ അവർ ചെയ്യുന്ന പണി മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യാൻ ശ്രമിച്ചു, അതിനുള്ളൊരു സമയം കിട്ടി. ഇപ്പം അതിനകത്ത് ആ പാട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ സുരഭി സ്ക്രീനിൽ പാടുന്ന ആ പാട്ടാണ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങ് ആമക്കാവിൽ എന്ന് പറയുന്ന ആ പാട്ടിലാണ് നമ്മൾ ഈ പറഞ്ഞ രഹസ്യവും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പാട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വലിയ രീതിയിൽ ആ പാട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പാട്ട് ഇപ്പം ആദ്യത്തെ ഓഡിയൻസും കൂടിയാണല്ലോ ഈ പാട്ടിൻ്റെ ഒക്കെ. ആ സമയത്ത് ഈ പാട്ട് ഇത്തരത്തിൽ ആളുകൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും, ഈ ഇപ്പം കാണുന്ന രീതിയിൽ ആഘോഷിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന് ആ പാട്ട് എനിക്ക് അയച്ചു തന്നതാ ബ്രോ, അമ്മൂമ്മയുടെ പാട്ട് റെഡി ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കത് അയച്ചു തന്നെ. അവരത് കമ്പോസ് ചെയ്യുന്ന ആ ഒരു 2 വീഡിയോ 2 കുറേ കാലം നമ്മൾ ഒരുമിച്ചല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ പുള്ളി അത് കമ്പോസ് ചെയ്യുന്ന ദിബു നൈനാൻ, അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നെ. അപ്പോൾ അത് ഞാൻ ഇയർഫോൺ വെച്ച് കേട്ട സമയത്ത് തന്നെ നമുക്കൊരു രോമാഞ്ചം, അതൊരു ഉയർന്നു വാ എന്നൊക്കെ പറഞ്ഞ ആ പോർഷനൊക്കെ എത്തിയപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതിനെന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു പാട്ടായിരുന്നു. പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ അവിടെ വലിയ സ്പീക്കറിൽ ഇടുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ പാടുന്ന നമുക്ക് കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള രീതിയിലുള്ള ഇഷ്ടമാണോ, ഇത് നല്ലതാണ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് അഫ്സൽ പറഞ്ഞു ചേച്ചി നല്ല പാട്ടാണല്ലോ, ഇത് പ്രായമുള്ളതായിപ്പോയി, ചെറുപ്പത്തിലായിരുന്നെങ്കിൽ കുറച്ച്, ഇത് ചേച്ചി ഇപ്പോൾ ഒരു 60 വയസ്സുള്ളതായിട്ടല്ലേ സ്ക്രീനിൽ വരിക, കുറച്ച് ചെറുപ്പക്കാരിയായിട്ടുള്ള എന്തെങ്കിലും സീനും കൂടെ അതിലിടാൻ പറയുമോ എന്നൊക്കെ അവനും ഇത് തോന്നിയിട്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ അതെടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് ആ പാട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എന്നിട്ട് ജിതിനോട് ഇത് ആരാ പാടുക, അപ്പോൾ കുറേ ഓപ്ഷനുകൾ ഇങ്ങനെ പറഞ്ഞു, ബോംബെ ജയശ്രീ അല്ലെ അങ്ങനെ കുറേ ഇതേപോലെ. എൻ്റെ സുരഭിയുടെ വോയിസിന് കുറച്ച്, എൻ്റെ വോയിസ് ബോംബെ ജയശ്രീ പോലെ എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഹസ്കി ആയിട്ടുള്ള കുറച്ചൊരു വോയിസ്, കുറച്ച് ആ രീതിയിലേക്കും കൂടെ മാറ്റി പാടാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഇത് വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ്, പക്ഷെ എനിക്കങ്ങനെ പാടാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. ഇപ്പോൾ അതെല്ലാവരും അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ആരൊക്കെയോ മിസ് ചെയ്യുന്നത് പോലുള്ളൊരു ഫീല്, കാരണം അതിൻ്റെ വരികൾ അങ്ങനെയാണല്ലോ. ഞാൻ അതൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനെയൊക്കെ മിസ് ചെയ്യുന്നത് പോലെ എൻ്റെ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഇത്. പിന്നെ നമ്മളുടെ ഇതുവരെ നമുക്കൊരു
വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിൽ നമുക്ക് വേറെ സഹായങ്ങളൊന്നുമില്ലാതെ കരിയറിലാണെങ്കിലും നമ്മളൊരു ജോലിക്ക് കിട്ടുകയാണെങ്കിലും ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു വിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ എന്തൊക്കെയോ ഇല്ലേ ആ പാട്ടിൽ, അങ്ങനെ ഒരു നീണ്ട പാതകൾ. അതെ 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 അതെ. പിന്നെ ഇതിൻ്റെ നമ്മളുടെ ദിബുചേട്ടൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് വിജയലക്ഷ്മി ചേച്ചിക്ക് കാഴ്ച ഇല്ലല്ലോ, അപ്പോൾ അവർ ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ ഈ അമ്മൂമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ വിഷ്വൽ മാത്രമാണ് ആ അമ്മൂമ്മ എന്നുള്ളൊരു മൈൻഡിൽ അവരെങ്ങനെയാണ് വിഷ്വൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം അതിൻ്റെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഭയങ്കര ജെനുവിനായിട്ടുള്ളൊരു സംഭവം, ഒരു ആത്മാവ് അതിലേക്ക് അവർ കൊടുത്തു എന്ന് പറഞ്ഞു. അതായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഈ വയസ്സായ വേഷത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. വേറെ എങ്ങോട്ടോ പോയോ? അല്ല, അതല്ല, നമ്മൾ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ സുരഭി ലക്ഷ്മിയെ വളരെ ഭംഗിയിൽ, വളരെ സെക്സിയായി, അതിസുന്ദരിയായിട്ട് കണ്ടൊരു സിനിമയും കൂടിയായിരുന്നു. മറ്റെല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് മണിയനും മാണിക്യവും തമ്മിലുള്ള ആ സീനുകളൊക്കെ വരുമ്പം അത് രണ്ടുപേരും ഭയങ്കര വൈൽഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവരുടെ റൊമാൻസിലും അവരുടെ ഒരു ഇന്റിമസി സ്പേസിലും ആ ഒരു വൈൽഡ്നെസ് ഉണ്ട്. ഇയാൾക്ക് ഒരു തരം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോ ആണ്. ഒന്നാമത് സ്ക്രീൻ സ്പേസും ഉണ്ട്, അതുപോലെ തന്നെ വളരെ കുറച്ച് ഇപ്പം പ്രണയത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അജയനും ലക്ഷ്മിയും തമ്മിലുള്ള സീനുകളായിരിക്കും പാട്ടൊക്കെ ആയിട്ട് പ്രണയം വരുന്നത്. പക്ഷേ ഒരു ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സീന് വരുന്നത് മണിയനും മാണിക്യത്തിനുമാണ്. ആ ഒരു സീനിന്റെ മേക്കിംഗ്, അതിന്റെ ഭംഗി തിയേറ്ററിൽ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് ചെയ്തതിന് ശേഷം മോണിറ്ററിലെങ്ങാനും കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതല്ല, ഞാനത് ഒന്നാമത് ഞാൻ അങ്ങനെ അധികം സ്ക്രീനിൽ പോയിട്ട് നോക്കാറില്ല. ഇപ്പം നമുക്കൊരു ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അകത്ത് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കും. ഒന്നുകിൽ നമ്മളിപ്പോൾ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഒരു ഷിവറിങ്ങോ അല്ലെങ്കിൽ ഒരു വേർപ്പോ എന്തെങ്കിലും ഇതുണ്ടാവും. അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹൃദയമിടിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മളുടെ അകത്ത് നടക്കും ആ ജെനുവിൻ ആകുന്ന സമയത്ത്. അപ്പോൾ പിന്നെ നമ്മൾ സ്ക്രീനിൽ പോയിട്ട് അത് നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നാറില്ല. ഇപ്പോൾ ഈ ഒരു സീൻ നടക്കുന്ന വെച്ചാൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം പിന്നെ അവർ ലൈറ്റ് ചെയ്ത്, അത് ഈ മുറിക്ക് ഇത്രയും വലിപ്പമല്ലേ, ഇതാണ് ആ ടോട്ടൽ വീട്. ഈ ഒരു ടേബിളിൻ്റെ അതിൻ്റെ ഒരു പകുതി ഒരു കുഞ്ഞു മുറിയാണ് അത്. അവിടെ ജോമോൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഈ ക്യാമറ പിടിച്ച് നിൽക്കുന്നത്. അവിടെ അനീഷേട്ടൻ മാത്രമാണ് അസോസിയേറ്റ്, ഒരു ഫോക്കസ് പുള്ളറും അവരും അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ 4 മൊട്ട ലൈറ്റല്ല, അന്നത്തെ കാലത്തെ 4 വിളക്കാണ് ഞങ്ങൾക്ക് മുഖത്തേക്കുള്ളത്. അതെടുക്കുന്ന അതിൻ്റെ ടെക്നിക്കൽ ഇത് പറയാം കേട്ടോ. ഇവരൊക്കെ പുറത്താണ് ഉള്ളത്. അപ്പോൾ അത് നിൽക്കുന്ന സമയത്ത് ഞാനും മുടി അയച്ചിട്ടിരിക്കുന്നു, ടോവിക്കും മുടിയും. ഞങ്ങളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങളെ മൊത്തം കാണാൻ പറ്റില്ല. അങ്ങനെ ടെക്നിക്കൽ ഇതിൻ്റെ അകത്തൊക്കെ നിൽക്കുമ്പോഴും മണിയനും മാണിക്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ഈക്വലി ഉള്ള 2 എനർജികളാണ്. അപ്പം അവരുടെ ഇപ്പോൾ പറഞ്ഞ വൈൽഡായിട്ടുള്ള 2 റൊമാൻസും ഇതൊക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്ന സമയത്തും ആ നാഗം ഭയങ്കര ഷാർപ്പാണ്. പോലീസുകാരൻ വരുമ്പോഴും ഒക്കെ നമ്മൾ ഒരു കൊത്താൻ വരുന്ന ഫീലിലുള്ള ഒരിതാണ്. പിന്നെ അതിൻ്റെ കഴുത്തിന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് പാമ്പിൻ്റെയും കഴുത്തിൻ്റെ അവിടെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ പോലീസുകാരൻ അങ്ങനെയാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. പിന്നെ നാഗത്തിൻ്റെ ഇത് നമ്മൾ കാണാൻ പോലും ഇണചേരുന്നത് കാണുക പോലും ചെയ്യരുത്, കണ്ടാൽ ഭയങ്കര ഇതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ. അപ്പം ആ ഒരു ഫീലിലുള്ള ഒരിതായിരുന്നു നമ്മളുടെ മൈൻഡിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അവിടെ ടൊവിനോ എന്ന് പറയുന്ന ടൊവിനോ ഉണ്ടോയെന്നൊന്നും എനിക്ക് ഇപ്പം ടൊവിനോയ്ക്ക് അങ്ങനെയാണ് ഇപ്പോൾ സുരഭി എന്ന് പറയുന്ന ഞാനോ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സിനിമകളിൽ നിന്ന് അപേക്ഷിച്ച് ടൊവിനോ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടൊവിനോയുടെ അവിടെ മണിയൊക്കെ കുലുക്കി വരുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. പിന്നെ നിറവും അദ്ദേഹത്തിൻ്റെ ലുക്കും ഇതും പിന്നെ നമ്മൾ അത്രയും ക്യാരക്ടേഴ്സിനെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടൊവിനോ ആണെന്നുള്ളൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അതിനെ ജെന്യുവനായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് ആയിരിക്കും. പക്ഷേ ആ സീൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിലും ടോവി നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളോട് എവിടെയെങ്കിലും
അപ്പം നമ്മളത് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ചില ആളുകൾക്ക് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുരഭി കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ പറയണം, അത് എന്നോട് നേരത്തെ പറയണം എന്നൊക്കെ. നമ്മൾ സീന അപ്പം അങ്ങോട്ട് എടുക്കാൻ പോകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ടോവി, നീ നിന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അത് ബ്രേക്കായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും വെച്ചിട്ട് അങ്ങനത്തെ സീൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിനൊരു ഒരു 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 മ്യൂസിക്കൊക്കെ നമുക്ക് അവിടെ തന്നെ ജിതിനിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അവരിരിക്കുന്ന പൊസിഷനാണെങ്കിലും അങ്ങനത്തെ ഒരു മാണിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു നല്ല രസമായിട്ട് അത് ഷൂട്ട് ചെയ്തു. പിന്നെ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ ജോമോൻ ചേട്ടനെ വിളിച്ചു. പിന്നെയാണ് ഇപ്പം കണ്ടപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുമരിൽ എൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, മണിയനെ കൊത്തി തിന്നുന്ന പോലെ തോന്നുമോന്നൊക്കെ. ഞങ്ങൾ എല്ലാത്തിലും നമ്മൾ ഈ പ്രോസസ്സ് എന്തൊക്കെ രീതിയിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇപ്പം ഈ പറയുന്ന സാധനമൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും അവിടെ ചെന്ന് ഇതെല്ലാം കൂടെ മലമറയ്ക്കുകയാണെന്നുള്ള തോന്നലിൽ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഒന്ന് എൻജോയ് ചെയ്ത് ഇതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ തമാശകളും ഒക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഇത് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് ആ ക്യാരക്ടറിൻ്റെ ഒരു ശക്തിയും പിന്നെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തതും പിന്നെ അവർ മേക്ക് ചെയ്തതും എല്ലാം കൂടി വന്നപ്പോൾ അതിനൊരു ബ്യൂട്ടിൻ്റെ അത് എൻ്റെ കൂട്ടുകാരോട് വരെ ഞാൻ പലരും ഇപ്പോൾ ആ ചോദ്യം ഏറ്റവും കൂടുതൽ ചിതിനും സുഹിത്തേട്ടനും ഒക്കെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കൂട്ടുകാർ എന്നെ ചോദിച്ചിട്ടുണ്ട്, ടൊവിനോയും നീയോ എന്ന്. ഞാൻ ചെന്നടി അല്ല ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ അലുവയും മത്തിക്കറിയും പോലെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനിടെ ഇപ്പോൾ പഴംപൊരിയും ബീഫും ഒക്കെയാവും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആളുകൾക്ക് എന്ത് ടേസ്റ്റാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോഴും പടം വന്നിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ അതിനെ ഇത് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് വിശ്വാസമുണ്ട് നമ്മളുടെ മാണിക്യത്തിനെ ഞാൻ എത്രത്തോളം ആഴത്തിലാണ് ഞാനത് ചെയ്തിരിക്കുന്നതെന്നുള്ള. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അക്ഷയ് കുമാർ പറയുന്ന ഒരു വീഡിയോ, അത് കണ്ടിരുന്നു. ഇതേപോലെ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അക്ഷയ് കുമാറിന് ചെറിയൊരു തിരുത്ത് ഞാൻ കൊടുക്കുകയാണ്. അത് ഹിന്ദിയിലും കൂടിയായിരുന്നു, ഇതിപ്പോൾ മലയാളത്തിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വളഞ്ഞെങ്കിലും എത്തിക്കാൻ പറ്റി. അപ്പം ഞാനത് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയാം എന്തായാലും എൻ്റെ തൊട്ടടുത്തായിരിക്കുമല്ലോ ഇരിക്കും, അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുള്ളൊരു 4 വരി ഹിന്ദി പറഞ്ഞു പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതല്ല. ഞാൻ നമ്മളുടെ പണ്ട് ദൂരദർശനിലൊക്കെ സിനിമ നടക്കുന്ന സമയത്ത് പുള്ളി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരു വൈറ്റ് ബനിയനും ഒരു ബ്ലൂ ജീൻസും ഇട്ടിട്ട് റഫ് ആൻഡ് ടഫ് വാങ്ങൂ, റഫ് ആൻഡ് ടഫ് ധരിക്കൂ എന്ന് റഫ് ആൻഡ് ടഫ് ജീൻസിൻ്റെ പരസ്യം. പക്ഷെ അത് മലയാളത്തിലാണ് പറഞ്ഞത്. പുള്ളിക്ക് റഫ് ആൻഡ് ടഫ് എന്നുള്ളത് കൊണ്ട് മനസ്സിലായി, അച്ഛാ എന്ന് പറഞ്ഞു. ശരി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ അടുത്ത ചോദിച്ചപ്പോൾ ഇങ്ങനെ പടത്തിൻ്റെ കഥയൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കിലാഡിയൻ ഖാ കിലാടി, അത് ഞാൻ ഹിന്ദി പടം ആദ്യമായിട്ട് കണ്ട പടം. അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ലീഡ് ചെയ്ത പടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ലീഡ് എന്നുള്ളത് അപ്പോൾ പുള്ളി വിചാരിച്ച ഫസ്റ്റ് പടമാണെന്നായി പോയിട്ടുണ്ടാവും. അത് ഞാൻ എല്ലാത്തിലും കമൻറ്റ് കൊടുത്ത് ഇത് സുരഭിയുടെ ആദ്യത്തെ പടമല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്താനാണല്ലോ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തിരുത്തിയിരുന്നു. ഇനി ഇതൊരു തിരുത്തലായിട്ട് എല്ലാവരും എടുക്കണം. എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നൊരു പിഴ മാത്രമാണത്. അതെ, അക്ഷയ് കുമാർ അല്ല, അദ്ദേഹം അത് ഓർത്തിരുന്നല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാതിരിക്കാം. എന്തിനാ അദ്ദേഹം അത് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. വേണമെങ്കിൽ പറയാണ്ടിരിക്കാം. പക്ഷേ അദ്ദേഹം ആ ഒരു മൊമെൻ്റ് ഓർത്തിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഇപ്പം ദേശീയ അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2016-2017 വർഷം. ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടുന്നു. ഏകദേശം 2016 തന്നെയാണ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കൂടി ബോംബെ ടൈലേഴ്സ് എന്ന് പറയുന്ന നാടകത്തിന് സംഗീത, അതൊരു അപൂർവതയാണ്. ഒരേ വർഷം തന്നെ ദേശീയ തലത്തിൽ മികച്ച നടിയായിട്ടും സിനിമയിലെ മികച്ച നടിയായിട്ടും നാടകത്തിലെ മികച്ച നടിയായിട്ടും കിട്ടുന്നത്. അതിന് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഫോമാറ്റ്. ഭരതനാട്യത്തിൽ 1ാം റാങ്കോട് കൂടി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളും കൂടിയാണ്. അപ്പം ഈ 3 അഭിനയ ഫോമാറ്റുകൾ സുരഭി എന്ന് പറയുന്ന ആക്ട്രസിന് ഇപ്പം
നമ്മൾ 3 തരത്തിലുള്ള സാധനം ചെയ്യുന്നു. ഇപ്പോൾ ഒരു കഥാപാത്രം വരുന്നു, കഥാപാത്രം വരുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ? ഇതിൻ്റെ ഒരു അഭിനയിക്കുന്ന രീതിയൊക്കെ വരുന്ന സമയത്ത് ചിലർ പറയുന്നത് മീറ്റർ മാറിപ്പോകും എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടോ? ഒന്ന്, ഭരതനാട്യം ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഭരതനാട്യത്തിന് ഡിഗ്രി ഉണ്ടെന്നൊന്നും അറിയാതെ, അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള കള്ള് ഷാപ്പിൻ്റെ മുന്നിൽ ഏതോ ഒരു കള്ള് കുടിച്ച് പോയ ഒരാൾ ഉപേക്ഷിക്കപ്പെട്ടതാണ് എൻ്റെ ഭാവി എന്ന് പറയും, ഒരു ദേശാഭിമാനി പത്രത്തിൽ. അപ്പോൾ അതിൽ നിന്ന് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ 5 ഒഴിവുകൾ കൂടെ ബാക്കിയുണ്ട് എന്ന് കേട്ടെടുത്ത് BA ഇംഗ്ലീഷ് നിർത്തിവെച്ച് ഞാൻ അങ്ങോട്ട് പോയി ചേർന്നതാണ്. അപ്പോൾ ഓപ്ഷന് തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് നമ്മളെ കോഴിക്കോട് നാടകം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തെ പ്ലേ എന്നൊക്കെ തന്നെ ഞാൻ വളരെ റെയറായിട്ടേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിയേറ്റർ, അപ്സര തിയേറ്റർ, ബ്ലൂ ഡയമൻ തിയേറ്റർ, നമുക്ക് വല്ല തിയേറ്ററിൽ എന്തെങ്കിലും ഒക്കെ പരിപാടിയായിരിക്കും, ആരോടും ചോദിക്കാനും വയ്യ. അപ്പോൾ മോഹിനിയാട്ടം എന്തായാലും ഇതിൻ്റെ കൂടെ പഠിക്കണം, മ്യൂസിക് പിന്നെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ട് നീ എന്ത് വന്നാലും ശരി ഞാൻ ഏറ്റെടുത്തോളാം തിയേറ്റർ ഓപ്ഷൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ഭരതനാട്യം ഇതിന് ഈ പറഞ്ഞ പോലെ നാട്യധർമ്മി അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രെയിമിനകത്ത് നിന്നിട്ട് അവിടെ നിന്നുള്ള അതിൻ്റെ ഒരു ഫോമിനകത്ത് നിന്നിട്ടേ നമുക്ക് എന്തും ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഭരതനാട്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പം ഒരു അഭിനയത്തിൻ്റെ ഇപ്പോൾ വർണ്ണമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞാൽ തത്തളാം കുത്തക്ക തക്ക തരി കിട്ടത്തും തത്തി തക്കണ ഗജം തരി കിട്ട തക തക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലൊരു ബ്രത്തിൻ്റെ നാടകം പോലെ ഒരു എലിനേഷൻ സംഭവിക്കും, ഒരു അന്യവൽക്കരണം. അത് പിന്നെ അതിൽ നിന്ന് പിന്നെ കട്ടായി പിന്നെ നമ്മൾ കുറച്ച് കായികതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ പോയി നിന്നിട്ടായിരിക്കും പിന്നെ ഈ വിരഹിണിയായിട്ടുള്ള ഭഗവാനെ കാത്തിരിക്കുന്ന ഇത് വരുന്നത്. അപ്പം വീണ്ടും അതിലേക്ക് ഇങ്ങനെ ഒരു ബ്രേക്കാണ്. ആ സംഭവം നമുക്ക് സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടിന്യൂറ്റിയുടെ ഇതിലില്ല, അതിന് നമുക്ക് നല്ല ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയായിരിക്കും ഇപ്പോൾ ഒരു സീൻ ഇന്നെടുത്ത് ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഭരതനാട്യം പഠിച്ചതും പിന്നെ നമ്മളൊരു ആക്ടർ എന്നുള്ളത് നമ്മളുടെ ശരീരത്തിലുള്ളൊരു താളം, പിന്നെ നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മ്യൂസിക്, ഇതിനൊക്കെ ഭരതനാട്യം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാടകം അപ്പോൾ അവിടുന്ന് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് നമ്മളുടെ ഒരു വഴി അങ്ങ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ ആർക്കും എന്നെ തടുക്കാനാവില്ല എന്നുള്ളതുപോലെ നമ്മളെ പിന്നെ തളച്ചിടാൻ പറ്റില്ലല്ലോ. ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ തിയേറ്ററിന് എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പലരും പറയുന്നത് അയ്യോ ഇത് നാടകമായിപ്പോയി, ഭയങ്കര നാടകം. ഈ പറയുന്ന ആൾക്കാരൊന്നും നല്ല നാടകങ്ങൾ കണ്ടവർ വളരെ കുറവാണ്. അവർ കണ്ടിരിക്കുന്നത് വളരെ പ്രൊഫഷണലായ അതായത് ഡബ്ബ് വരെ ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് ഒരാൾ വൃത്തിയായിട്ട് ഡയലോഗ് സ്റ്റേജിൽ പറയുന്നത് അല്ലെങ്കിൽ വല്ല ക്ലബ്ബിൽ നമ്മളെല്ലാവരും കൂടി കളിക്കുന്ന നാടകം എന്നല്ലാതെ അല്ലാത്ത തരത്തിൽ നമ്മൾ ഈ പറയുന്ന തരം നാടകം കണ്ടവർ പോലെയല്ല നാടകത്തെ പറ്റി പലപ്പോഴും അഭിപ്രായങ്ങൾ പറയാറുള്ളത്. പിന്നെ നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരേ അഭിനയം തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ സിനിമ നമുക്ക് കുറച്ചും കൂടി നമ്മളെ വളരെ ക്ലോസ് ആയിട്ടൊക്കെ അവർക്ക് ഇതാക്കാവുന്നത് ഇതിൻ്റെയൊക്കെ ഇമോഷൻ നാടകത്തിലെ കഥാപാത്രങ്ങൾക്കും സിനിമയിലുള്ള കഥാപാത്രങ്ങൾക്കും ഒന്ന് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്, ഏത് കഥാപാത്രത്തിനും ഉള്ളത്. പിന്നെ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിക്ക് അനുസരിച്ചും അവിടുത്തെ ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പം മാനസികമായിട്ട് രണ്ടും ഒരേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോന്നിനും ആവശ്യം, ഇപ്പം ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ ടൂളാണ്. ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ മോശമായിട്ടുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ എപ്പോഴും ഡയറക്ടർക്കാണ് കൊടുക്കാറ്. ഈ ഡയലോഗുകളിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം അത് ജീവിക്കുന്ന പരിസരത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം സംസാരിക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമയില് സുരഭി ലക്ഷ്മിയാണ് കല്യാണി പ്രിയദർശന്റെ കഥാപാത്രത്തിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സുരഭി ലക്ഷ്മി മനസ്സിലാക്കിയുള്ളത് ഇപ്പൊ സിനിമയിലെ വേറൊരു സ്പേസിൽ ആളുകൾക്കൊരു അവരുടെ വോയിസ് എങ്ങനെയാണ് കഥാപാത്രത്തിന്റെ വോയിസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇപ്പൊ കുമാരിയിലും അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ട്രെയിനിങ് കൈൻഡ് ഓഫ് പരിപാടിന്റെ ഒക്കെ ഡബിങ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ചെയ്തതൊക്കെ ഒരു ഡ്രാമയുടെ മൊത്തം അവിടെ എങ്ങനെയാണ് ലൈക്ക് അങ്ങനെ ഒരു ട്രെയിനർ ആയിട്ടും കൂടെ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയുന്നതിന്റെ? മൈക്കിൾ ഫാത്തിമയിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഡയറക്ടർ മനു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് എങ്ങനെ ഒരു ആക്ടർ നമ്മൾ വേറൊരു ആക്ടർ പോയിട്ട് എങ്ങനെയാണ് ഡബ്ബിങ്ങിൻ്റെ ഇതൊക്കെ എനിക്ക് അത്ര അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ തന്നെ. അപ്പോൾ ഒരു ദിവസം പ്രിയദർശൻ സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ലാങ്ങിൽ വെച്ചിട്ട് എൻ്റെ മോളൊരു പടം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അന്ന് ഈ പടം ചെയ്തിട്ടുണ്ട് നമ്മൾ ഓളവും തീരവും. അപ്പോൾ ഡബ്ബിങ് സാർ കണ്ടിട്ടുണ്ടായിരുന്നു മനോരഥങ്ങൾ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ എനിക്ക്
ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും പറയാനുള്ളൊരു നോ പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ കല്യാണിയും ഇങ്ങനെ വിളിച്ച് ചേച്ചി വരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നെ കുറച്ച് എക്സസൈസും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് അധികം മലയാളം ഒന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ പക്ഷേ അവർ ഡെഡിക്കേഷൻ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. പറയാം എത്ര തെറ്റിപ്പോയാലും നമ്മൾ പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പിന്നെ ഇല്ല അവരതിൽ തന്നെ നിന്നിട്ട് അതും അത്ര എനർജിയൊക്കെ വേണം ചില സാധനങ്ങൾ. അവർ കമൻറ്റേറ്ററൊക്കെ ഇല്ല അപ്പോൾ അവർ അതിൽ മുഴുവനും ഞാനല്ല ചെയ്തത്, ഒരു 10-60-70% പിന്നെ ആ സമയത്താണ് ഈ സിനിമയുടെ ഷൂട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയത്ത് അവർക്ക് ഒഴിവുണ്ടാവില്ല വേറെ സിനിമയുടെ. അപ്പോൾ രണ്ടുപേരുടെയും ഒരു കുറേ ദിവസം അവിടെ നിന്നിട്ട് ചെയ്യുന്നു. പിന്നെ അവരും ഞാൻ ഇതുപോലെ വോയിസ് നോട്ടൊക്കെ അയച്ചു കൊടുത്തതും ഒക്കെ ആയിട്ടാണ് അത് ചെയ്തു തീർത്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരതിന് വേണ്ടിയിട്ട് മെനക്കെടുമായിരുന്നു. അവരുടെ ഒരു കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് അവരതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ട വഴികൾ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, അതാണ് ഒരു ട്രെയിനിങ് കൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടുക. ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഏത് വഴി കൂടെ പോകുന്ന ആളെയും വെറുതെ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളെയും ഒക്കെ നമുക്ക് അഭിനയിക്കാം. അപ്പോൾ ഒരു വെള്ളിയാഴ്ച കടക്കാം, 2-3 വെള്ളിയാഴ്ചകൾ ഇങ്ങനെ കടന്നു പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് തന്നെയാണ് ഇവിടെ മഹാന്മാരായിട്ടുള്ള എല്ലാ നടന്മാരും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഈ ട്രെയിനിങ് എടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അഭിനയം പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വലിയൊരു കുറച്ചിൽ ഒക്കെ പോലെ ഞാൻ പല സമയത്തും എൻ്റെ അല്ല. അവിടെയൊക്കെയാണ് ഞാൻ ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടനെയൊക്കെ വളരെയധികം ബഹുമാനിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഇത് വെച്ചിട്ട് എനിക്ക് ഈ 3 കഥാപാത്രങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ എനിക്കിതിന് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനർ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെടുകയും ആ ട്രെയിൻ ചെയ്ത് ഈ ക്യാരക്ടറിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ മീഡിയത്തിലാണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇതിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒറ്റൊന്നായിട്ടാണ്. അത് നമ്മളെ ഇമോഷൻ ട്രെയിനിങ്ങുകളൊക്കെയാണ് നമ്മൾ അത് ഒരു 2-3 വർക്ക്ഷോപ്പ് ചെയ്തു അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് പല സമയത്തും ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തിയേറ്റർ പഠിച്ചതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും പല എക്സസൈസുകളും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരെ തിരിഞ്ഞ് നമ്മളെങ്ങനെ കണ്ണാടി പോലെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് അതെല്ലാം ഞാൻ എന്നുള്ള ആക്ടറിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ്. അപ്പം എനിക്ക് എത്ര കഠിനമായിട്ടുള്ളത് അനുഭവങ്ങൾ ആരൊക്കെ എനിക്ക് തരുന്നു അതൊക്കെ ഞാൻ മാറ്റുന്നത് എന്നിലെ നടീനെ സ്ട്രോങ് ആക്കാനും അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഒരു ഇമോഷൻ്റെ ഒരു കളക്ഷനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് ഏറ്റവും പ്യുവറായിട്ടുള്ള, അതിനെ ഞാൻ മറച്ചു വെക്കാറൊന്നുമില്ല. എന്ത് ഇമോഷനാണെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്യുവറായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അപ്പോഴേ പലതിനും അതിനൊരു ഫോമിട്ട് ഭയങ്കര ഭംഗിയാക്കിയൊന്നും റോ ആയിട്ട് തന്നെ അതിനെടുത്തു വെക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന ഒരു വികാരങ്ങളെ ഞാൻ മറക്കില്ല. നോട്ട് ദ പോയിന്റ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനത് എടുത്തു വെക്കും. അതെനിക്ക് പലപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരാളോട് പ്രതികാരം ചെയ്യാനല്ല, എൻ്റെ സമ്പത്തായിട്ടാണ് ഞാൻ അതിനെ സൂക്ഷിക്കുന്നത്. ഇതേപോലെ എല്ലാത്തിനെയും തരണം ചെയ്യാൻ ഈ അഭിനയം ഇതുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സുരഭിയുടെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇപ്പം മിന്നാമിനുങ്ങ് ഇറങ്ങി അതിന് മുമ്പ് തന്നെ സുരഭി ഒരുപാട് കാലം സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിരിക്കും ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ഒരുപാട് കാലം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ സമീപകാലത്തൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ? ഉറപ്പല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു അടുത്ത വർഷം കൊടുക്കുമ്പോൾ ഒരു 10-20 വർഷമായിട്ടുണ്ടാവും നമ്മളിതിൽ ചെറിയ വേഷങ്ങളാണ്. അതിപ്പോൾ വർഷത്തിൻ്റെ കണക്ക് വരുമ്പോൾ ഞാൻ +1 മുതലുള്ള വർഷം വരുമ്പം അത്രയും സമയമായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ കപ്പിൽ ചായ കുടിക്കുന്നില്ല. അപ്പോൾ ഇത്ര റൗണ്ട്സ് തമിഴ്നാട്ടിൽ ചായ കിട്ടുന്നത് പോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഫസ്റ്റ് നമുക്ക് ചായ ഇടുന്നത്. നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അപ്പുറത്തെ വീട്ടിലും എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. ആ പശു അല്ല ഒരു കുപ്പി ഗ്ലാസ് നിറച്ച് ചായക്കോ നല്ല മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരിത്തിരി ഇതെന്താ പേര് ഇങ്ങനെ, അതായത് നമ്മൾ ചെറിയ വേഷം ചെയ്യുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്കത് ഭയങ്കര ഒരു ചോദ്യം ചെയ്യപ്പെടാം. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നൊക്കെ ഭക്ഷണവും ഒക്കെ ഇതിൻ്റെയൊക്കെ വരുമ്പോൾ ഒരിതുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് AC ഉള്ള റൂമൊന്നും ഉണ്ടെങ്കിൽ കൂടി ACൻ്റെ റിമോട്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു സ്ഥലത്ത്
ഒരു സിനിമയിൽ എനിക്ക് വീസിങ്ങിൻ്റെ ഒക്കെ ഇതുണ്ട്. അപ്പം AC ഉള്ള റൂമിന് AC ഇല്ലാഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ട് സഫോക്കേഷൻ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ രാവിലെ ഒരു പുലർച്ചെ 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് എന്തായാലും നടക്കില്ല, നമുക്ക് വേറൊരു റൂമോ അല്ലെങ്കിൽ വേറെ ഇതോ ഇത് ചെയ്തതാണ്. അപ്പോൾ ഇനി പോകുന്നത് ഇതിലും മോശമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. എന്നിട്ട് അവിടുന്ന് സിനിമയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ അമ്മയും തിരിച്ച് വരുന്ന സമയത്ത് ആണ് കലാഭവൻ മണി സാറൊക്കെ അഭിനയിച്ച ഇരുവഴി തിരിയുന്നിടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഏതോ ഒരു ആർട്ടിസ്റ്റിന് എന്തോ ഡേറ്റ് ക്ലാഷ് വന്നിട്ട് ഞാൻ ആ സിനിമയിൽ പോയിട്ട് വരുന്ന വഴി ഞാൻ പറഞ്ഞു, കണ്ടില്ലേ നമ്മൾ പോയത് എന്തായാലും അഭിനയിക്കാനായിരുന്നു, അവിടെ എന്തായാലും നമുക്ക് അഭിനയിക്കാനുള്ളൊരു ഇതുണ്ട്. അന്ന് അവിടെ ഒരു 10-15 ദിവസം അഭിനയിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു അതിൽ കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ സഹിച്ച് ഇത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ സമയത്തൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴല്ലേ കാരവാനൊക്കെ എന്നാ ഉണ്ടായത്, ഇപ്പോൾ ഈ ഒരു 5-6 എത്ര വർഷമായിട്ടുണ്ടാവും, അത്ര ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അന്നെന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. അന്നത്തെ കാലെടുത്ത് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ആ കാലത്തിൻ്റെയും അതെല്ലാ ഏരിയയിലും ഉണ്ടായിട്ടുള്ളൊരു വ്യത്യാസം വളരെ വലിയ വ്യത്യാസം തന്നെയാണ്. ഇപ്പം ഇതേപോലെ ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഉള്ളൊരു ഇൻ്റർവ്യൂ പോലും ഇല്ലാത്ത സമയമല്ലേ. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ വാനിൻ്റെ അകത്ത് നമ്മളെന്താ പറയുക ഷർട്ടോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ പല വീടുകളിലും അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ച സമയത്ത്, ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല, അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഭയങ്കര മഴയൊക്കെ ആയിട്ടുള്ള ഒരു സീനൊക്കെയാണ്. അപ്പോൾ അതാണ് മഴയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് കറക്റ്റായിട്ട് വരില്ല, ഇത് ഉണ്ടാക്കിക്കുന്ന പെയ്യുന്ന ശരിക്കുള്ള മഴയല്ലല്ലോ. ഒക്കെ കൊണ്ട് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇതൊക്കെ കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ, അവിടുത്തെ ലൊക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്യണം, അവർ പൈസ കൊടുത്ത് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഈ നമ്മളിങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കൺട്രോളർ മാനേജർ ചേട്ടന് ഇത് അവിടെ ഒരു കാരവാൻ ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് ഡ്രസ്സ് മാറിക്കൊള്ളുക. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമുക്കിതൊക്കെ പിഴിഞ്ഞ് അവിടെ വെള്ളമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചളിയൊക്കെ ഇതാക്കുമല്ലോ. അതിനയാൾ എന്നെ കണ്ണ് പൊട്ട ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറിയിട്ടാണോ ഡ്രസ്സ് മാറണം, മറ്റതാണോ മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അയാൾക്ക് പറ്റാവുന്ന രീതിയിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ വരുന്നത് കണ്ണുനീരൊന്നുമല്ല, നമുക്ക് രക്തം പൊടിയുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇല്ല, കാരവാനൊക്കെ വരുന്നൊരു സമയം നമുക്കും ഉണ്ടാവും. കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞാണ് കാരവാനൊക്കെ വന്നത്, അത് വേറെ കാര്യം. എന്നാൽ കൂടി നമുക്ക് നമ്മളുടെ ഒരു ടാലൻറ്റിലുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പല പല അനുഭവങ്ങൾ, പൈസ തരാത്ത എത്രയോ സിനിമകളുണ്ട്. അവസാനം കുറച്ച് പൈസ അഡ്വാൻസ് മാത്രം തന്നിട്ട് പൈസ തരാതെ നിന്ന സമയമുണ്ട്. പിന്നെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചന്തയിലൊക്കെ വില പേശുന്നത് പോലെ നമ്മളോട് അത്രയും ഇതായിട്ട് എന്താ പറയുക, അല്ല ഞങ്ങൾ കുറച്ചും കൂടെ അല്ല അത്രയും നമുക്ക് തരാൻ പറ്റില്ല, അത്രയും അങ്ങനെ നമ്മൾ അവസാനം എത്തുമ്പോൾ പറയും, ചേട്ടാ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാം. ചില പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരുമാതിരി സീരിയൽ നടിമാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത് എന്ന് നടിമാർ സംസാരിക്കും. ഞാൻ ചോദിച്ചു, സീരിയൽ നടിമാർക്ക് എന്താണ് കുഴപ്പം? ഞാൻ സീരിയൽ നടിയാണ്, ഞാൻ സീരിയലിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞ പൈസ തരൂ, പറഞ്ഞ പൈസ തരിക, അത് കഴിഞ്ഞ് ഞാൻ ഇതിന് വേണ്ടി വരുന്നതിനുള്ള വണ്ടിക്കാശാണ് ഞാൻ ചോദിച്ചത്. അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് തല പെരുത്ത്. അപ്പോൾ അവരിട്ട് തന്ന പൈസ ഞാൻ തിരിച്ചിട്ടിട്ട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, കാരണം നമുക്കൊരു അഭിമാനമല്ലേ. അതിനപ്പുറത്തേക്ക് അങ്ങനെയും ചെയ്ത് വന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു ഏരിയയിലേക്ക് മാത്രം ചർച്ച പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ മാത്രമേ. അതല്ലാത്ത കുറേ സംഭവങ്ങളിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇത് പലതരം സ്കൂളുകൾ, ഇതൊരു ഓഫീസ് പോലും അല്ലെങ്കിൽ ഒരു IT കമ്പനി പോലുള്ളൊരു സ്ഥലമല്ല. അപ്പം അത് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കാണെങ്കിലും അതിൻ്റെ നിങ്ങളൊരു എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും, അല്ല നിങ്ങളെ
പൈസയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് സിനിമയിലും അല്ലെങ്കിൽ ഒക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. MD പോകുന്ന കാർ പോലെ നമുക്ക് താഴെ ഒരു സെക്യൂരിറ്റി ലെവലുള്ള അതെല്ലായിടത്തും ആ ഒരു സംഭവം സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിലാണ് നമ്മളുടെ ഒരു ചന്തയിലായിരിക്കും. അവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല നമുക്ക് ഡ്രസ്സ്. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇതാണ്. പിറ്റേന്ന് ഹയാത്തിലായിരിക്കും ഷൂട്ട്. അവിടെ അതിനുള്ള ഫെസിലിറ്റിയും നമുക്കൊരു റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ വർക്ക് സ്പേസ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലവും കൂടിയാണല്ലോ നമ്മൾ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇതും കൂടെ ഇതിനൊരു എല്ലാത്തിനൊരു ടോട്ടൽ ഒരു സിസ്റ്റം ഉണ്ടായാൽ ഒരു പൊതു ഇതുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡ്യൂസറാണ്, നിങ്ങൾ ഒരു അഗ്രിമെൻ്റ് എനിക്ക് തരും, ഞാൻ അതിൽ ഒപ്പിട്ട് എല്ലാതും തരും. അതിൻ്റെ ഒരു കോപ്പി പോലും എനിക്ക് തരില്ല. ഈ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു അഗ്രിമെൻ്റ് നിങ്ങൾക്ക് തരാൻ എനിക്ക് ഇന്ന കാര്യങ്ങൾ എന്നുള്ളത് അത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർക്ക് ആർക്കാണ് പൈസ ഉള്ളത്? കഷ്ടം തോന്നുന്നു. അതെന്തോ ഔദാര്യം പോലെ എനിക്ക് തോന്നാറുണ്ട്. എത്രയോ ദിവസങ്ങൾ നിന്നിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ തിരിച്ചു പോകുന്ന പയ്യന്മാരെ കണ്ട് അവരുടെ ആഗ്രഹത്തെയും അവരുടെ പാഷനെയും ചൂഷണം ചെയ്യല്ലേ. അവരവിടെ ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്താ? 10 പേര് ആ ഫ്രെയിമിലേക്ക് കയറി വരുമ്പോൾ ആ പ്രൊഡ്യൂസർക്ക് എത്ര നഷ്ടം ഉണ്ടാവും ഇല്ല? എത്ര തവണ റീടേക്ക് ചെയ്യേണ്ടി വരും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇതൊക്കെ. ഇപ്പം ഇവർ വെയിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അതെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഒരു ആർട്ടിൻ്റെ അങ്ങനെ എന്താ പറയുക പട്ടിപ്പണി ചെയ്യാന്ന് പറയൂലേ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അത് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഇപ്പം നമ്മൾ മറ്റുള്ള ഒരു സ്പേസ് പോലെ അങ്ങനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് നിയന്ത്രിച്ചതാക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ചിന്താപരിമിതി വെച്ച് എനിക്കിതറിയില്ല. പക്ഷെ നാടകത്തിൽ ഞാനിതേ നാടകത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അവിടെ ഒരു സ്ത്രീനെ അഭിനയിക്കാൻ കിട്ടാറുണ്ട്, അവർക്ക് സ്വർഗം കിട്ടുന്ന പോലെ. അവർക്ക് ഏറ്റവും നല്ല റൂം. ചെറുക്കന്മാരൊക്കെ ഇപ്പോൾ പോത്തനോടൊക്കെ ചോദിച്ചാൽ അവർ എവിടെയെങ്കിലും സ്റ്റേജിൻ്റെ ബാക്കിലോ എന്തെങ്കിലും പായുതൊക്കെ തലേണയൊക്കെ വിരിച്ച് കിടന്നുറങ്ങും. ഞങ്ങൾക്ക് മീനിൽ കഷ്ണമുണ്ടാകും, പൊരിച്ച മീനുണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഉണ്ടാകും. ഇന്ന് ബീഫ് മതി മാഷേ, എടി ചാറെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി തരണേ എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടുകാരന്മാരപ്പുറത്തുണ്ടാവും. ഇല്ല 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 ഞങ്ങൾക്കുള്ളതാണ് തന്നെ, നിങ്ങൾ നടിമാരായാൽ മതിയായിരുന്നു. അവിടെ നേരെ തിരിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് റിഹേഴ്സലിന് പോവുക. അവരേതെങ്കിലും ലാസ്റ്റ് ബസ്സിന് വന്നിട്ട് പിന്നെ തിരിച്ച് ലോറിയിലോ സ്കൂട്ടറിലോ കയറിയിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. എന്നിട്ട് എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഈ റിഹേഴ്സലും ഇതെല്ലാം കഴിഞ്ഞ് ഷോയൊക്കെ കഴിഞ്ഞ് ആ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞൊരു മദ്യം, എന്തെങ്കിലും ഒരു പാക്കപ്പ് പാർട്ടി പോലെ അത് വാങ്ങിച്ച് എല്ലാവരും കൂടി, നമ്മളുടെ എല്ലാ പറഞ്ഞത് ബോയ്സ് എല്ലാവരും കൂടി അവർ അതിലൊക്കെ ഇത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ഇഷ്ടം കൊണ്ട് വരികയും ഒരു വർക്കും ഇതും ഒക്കെയാണ്. പക്ഷെ അവിടെ റിഹേഴ്സൽ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ അവർ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കും. കാരണം ഒരു എഡിറ്റഡ് സ്ക്രിപ്റ്റ് അല്ലേ നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത്. സിനിമയിൽ പിന്നെ ഇത് ചെയ്യാമല്ലോ. അപ്പോൾ ആ പ്രോസസ്സ് അത് വേറെ തന്നെയാണ്. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തരം ചിട്ടയും ഇതൊന്നും ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടുള്ള സെറ്റിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പലതും അതെല്ലാം കൂടെ കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, ഒരു എൻ്റെ ഏജൻസിയൊക്കെ ഉണ്ടായിട്ട് എൻ്റെ ആക്ടർക്ക് സാർ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഓഹോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചോദിക്കാനൊക്കെ ചെല്ലുന്നത് അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടേക്കൊക്കെയുള്ള ഒരു തുടക്കമായിട്ട് അതിൻ്റെ വഴിയായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇത് വരട്ടെ. പക്ഷേ ഇത് റൈറ്റ് ഇതിലായിരിക്കണം. ഇതിനെ ഒരു ഏരിയയിലേക്ക് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഇത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളൊരു കാലം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ എന്താണ് അടുത്ത പ്രോജക്റ്റ്? അടുത്തത് റൈഫിൾ ക്ലബ്ബ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് വേറൊരാൾ പകരക്കാരായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരാൾ മാറുമ്പോൾ ഇന്ന് വരൂലേ ഒരു ഡേറ്റ് ക്ലാഷിൽ, അങ്ങനെ ഒരു ചെറിയ അതെ ഒരു സുധീഷ് ചേട്ടൻ്റെ കൂടെ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബാണ്. ഇതുപോലെ ഒരു ധാരണയില്ലാതെ ഇപ്പോൾ മറ്റേ സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് എന്താ പറയുക തയ്യാറെടുപ്പുകൾ ഇതുണ്ട്, ഇതൊന്നും അറിയില്ല. സൂസൻ ഇത് ആണെന്നുണ്ടെങ്കിൽ റൈഫിൾ ക്ലബ്ബിൽ നമുക്ക് പേര് മാത്രമേ നമുക്കറിയുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പോത്തനാണ് വിളിക്കുന്നത്, ഞാൻ ടുട്ടുമോനെ വിളിച്ചിട്ട് റെഡി ഏപ്രിലിൽ എനിക്ക് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം ഒഴിവുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം ബ്രോ, വീണ്ടും ഒഴിവേ ഉള്ളൂ. എന്നാൽ ശരി ഒരു 10-20 ദിവസത്തേക്ക് ഡ്രസ്സുമായിട്ട് വന്നത്, 40 ദിവസത്തേക്ക് നീണ്ടു. അങ്ങനെ അവിടെ ഒന്നും അറിയില്ല, എന്താന്നൊക്കെ അവിടെ വന്നത്, അവിടെ വന്നിട്ടും ഞങ്ങൾക്കറിയില്ല. പിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളാണ് നമ്മളുടെ പ്രോസസ്സ്. ആ സിനിമ വരുന്ന സമയത്ത്
അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തായാലും പറയാം. എന്തായാലും അതൊരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. വാണി വിശ്വനാഥ്, ദർശന, നമ്മുടെ ഉണ്ണിമായ, പിന്നെ ദിലീഷ് പോത്തൻ, ഹനുമാൻ കൈൻഡ്, അനുരാഗ് കശ്യപ്, അദ്ദേഹത്തോട് ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അതിൻ്റെ ബാക്കി അദ്ദേഹത്തിൻ്റെ അക്ഷയ് അദ്ദേഹം ഓർത്തു വെച്ചിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഓർത്ത് വെക്കാനുള്ള പലതും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് വരും. ഹനുമാൻ കൈൻഡിനോട് ഞാൻ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു. ഹനുമാൻ കൈൻഡ് പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാൻ പൊന്നാനിക്കാരൻ സൂരജാണെന്ന് പറഞ്ഞു. മോനെ മതി, നീ അവിടെ നിന്നാൽ മതി എന്നാണ്. അനിയാ നിൽ. അപ്പോൾ അത് ഭയങ്കര രസമുള്ള സുരേഷ് കൃഷ്ണ, റാഫി സാറ്, വിനീത് കുമാർ, കൺവിൻസിങ് സ്റ്റാർ. അതെ. ഇപ്പം അറിയട്ടെ, ഇന്ന് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണത്. വാണിച്ചേച്ചിയൊക്കെ പറഞ്ഞു അതെ അതെ അതെ. പിന്നെ റംസാന്, പിന്നെ വിജയരാഘവൻ, അങ്ങനെ ഒരു വലിയൊരു താരനിര ഉള്ള ഭയങ്കര വിഷ്ണു അഗസ്ത്യ തുടങ്ങി ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു, ഞാൻ കാലടിയിൽ പഠിച്ചതിന് ശേഷം ഇത്രയേറെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഇല്ല. അത്ര രസമുണ്ടായിരുന്നു അത്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അജയൻ്റെ രണ്ടാം മോഷണം ഇപ്പം വലിയൊരു വിജയമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഈ ഇപ്പോൾ പറഞ്ഞ സിനിമകളും വലിയ വിജയങ്ങളായി മാറട്ടെ. ബാക്ക് ടു ബാക്ക് ഹിറ്റുള്ള ഒരു ഗംഭീര നടിയായിട്ട് ഞങ്ങൾക്ക് സുരഭി ലക്ഷ്മിനെ ഇനിയും കാണാൻ കഴിയട്ടെ. ഈ സംസാരത്തിന്റെ തുടർച്ച ഇനിയും ഉണ്ടാവട്ടെ. ഇനിയും ഒരിക്കൽ കൂടി ഇങ്ങനെ അവാർഡൊക്കെ മേടിച്ച് അക്ഷയ് കുമാറിന്റെ ഒരു നിങ്ങളെ ഹിന്ദിയിൽ പറയട്ടെ. ഇത്രയേറെ ഓഫറുകൾ എനിക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും നാഷണൽ അവാർഡിന് നന്ദി. ഹിറ്റ് സിനിമകൾ നന്ദി. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾക്കും നന്ദി. എന്തായാലും വളരെ സന്തോഷം. അജയൻ്റെ രണ്ടാം മോഷണം കുടുംബസമേതം നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിലുള്ള നന്ദി ആ ഒരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഞാനും അറിയിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിലുണ്ട്, കാണാത്തവരൊക്കെ പോയിട്ട് കാണണം. താങ്ക് യു സോ മച്ച്.